പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് തോൽവിയുണ്ട്, പക്ഷെ അത് വലിയ തോൽവിയല്ല. ഞങ്ങൾ നിങ്ങളെ അപേക്ഷിച്ച്, UDF-നെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ഫലിതമാണ് അത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. 20-ൽ 19 സീറ്റിലും തോറ്റ ഒരു പാർട്ടി 18 സീറ്റിൽ ജയിച്ചവരോട് നിങ്ങളെക്കാൾ വിജയം ഞങ്ങൾക്കാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കഥയുണ്ടല്ലോ. അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും. അതിപ്പോൾ മുഖ്യമന്ത്രി അല്ലെ ഇരട്ടച്ചങ്ങനല്ല ആര് പറഞ്ഞാലും ആളുകൾ അത് വിലക്കെടുക്കില്ല. അതുപോട്ടെ, അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ എന്നാണ്. കർണാടകയിൽ കൂടുതൽ സീറ്റ് BJP നേടി, തെലങ്കാനയിൽ ഒപ്പത്തിനൊപ്പം വന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഹിമാചലിൽ എല്ലാ സീറ്റിലും തോറ്റു. ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെതിരെയും ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയേണ്ടതില്ല എന്നാണ് പിണറായി വിജയന്റെ വാദം. സാധാരണഗതിയിൽ UDF-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാകും എന്ന് പറഞ്ഞതിലും തെറ്റില്ല. അപ്പൊ കേരളത്തിൽ UDF ആണോ LDF ആണോ ജയിച്ചത് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. പ്രധാന പ്രശ്നം അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾക്ക് തയ്യാറാണോ എന്നതാണ്. ഇപ്പൊ കുറിലോസ് തിരുമേനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു തിരുത്തലിനും അദ്ദേഹം തയ്യാറല്ല എന്ന് മാത്രവുമല്ല, നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. കണക്കിലെ കളികൾ കൊണ്ട് അദ്ദേഹം പല കളികളും കളിക്കുന്നുണ്ട്. അത് നിൽക്കട്ടെ. രാജസ്ഥാനിൽ സിക്കറിൽ ഒരു സീറ്റ് കിട്ടിയത് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം അടുത്ത 10 വർഷത്തേക്ക് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താൻ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് MP ഉണ്ടാവണം എന്ന നിലപാട് വെച്ചുകൊണ്ട് അതിന് നിർബന്ധപൂർവം ആ സീറ്റ് കൊടുക്കുകയും ആ സീറ്റ് വിജയിപ്പിക്കുകയും ചെയ്തതാണ് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. സീതാറാം യെച്ചൂരിയും അതുപോലെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഫലമാണ് സിക്കർ സീറ്റ് കൊടുത്തത്. അവിടെ 31,000 വോട്ടേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു. അവിടെ 4.5 ലക്ഷം വോട്ട് ഇതിനു മുമ്പ് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. ഈ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ്. അവിടെ പല മണ്ഡലങ്ങളിലെയും CPM വോട്ട് കോൺഗ്രസിന് പോയിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും ഉണ്ടാവും, ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷേ CPM-ന് സിക്കറിൽ ജയിക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു കാരണം, കോൺഗ്രസ് അവിടെ ആ സീറ്റ് സിക്കറിൽ വിട്ടുകൊടുത്തതാണ്. 4 ലക്ഷത്തിൽ പരം വോട്ടുണ്ടായിരുന്ന ഒരു സീറ്റ് 31,000 വോട്ടുള്ള ഒരു പാർട്ടിക്ക് വിട്ടുകൊടുക്കുമ്പോൾ കോൺഗ്രസിന് നേട്ടമുണ്ടായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മറ്റു മണ്ഡലങ്ങളിൽ. പക്ഷേ അവിടെയുള്ള കോമ്രേഡ്, അവിടെയാണ് രസം. പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം അവിടെയുള്ള കോമ്രേഡ് അമ്രോ റോയ്ക്ക് ഉണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അദ്ദേഹത്തിന് അതില്ല. അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. കോൺഗ്രസുമായുള്ള വലിയ സഖ്യം തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ കോൺഗ്രസിന്റെ കൂടെയാണ് മത്സരിച്ചത്, സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ. തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് തന്നെയാണ് വോട്ട് പിടിച്ചത്. അപ്പോ 4 സീറ്റിൽ CPM-ന്റെ 4 സീറ്റിൽ 3 സീറ്റ് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പിടിച്ചതാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും നിൽക്കുന്ന പടമാണ്. പിണറായി വിജയന്റെ പടം എവിടെയും ഞാൻ കണ്ടില്ല. മാത്രമല്ല, ഒരു സീറ്റിൽ പോലും പ്രചരണം നടത്താൻ ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോയില്ല. അതിന് പകരം അദ്ദേഹം പോയത് സുഖവാസ യാത്രയ്ക്കാണ്, കുടുംബസമേതം. എന്ന് പറഞ്ഞാൽ ഈ സിക്കാറിൽ പോയി ഒന്ന് പ്രസംഗിക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിന്. എന്തായാലും ആവട്ടെ, അല്ലെങ്കിൽ ബംഗാളിൽ പോയി പ്രസംഗിക്കാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ ആ വാദം നിൽക്കട്ടെ. പിണറായി വിജയന്റെ ഭരണപരാജയവും പ്രവർത്തന ശൈലിയും ഈ പരാജയത്തിന് കാരണമായി എന്ന് പറഞ്ഞത് വലതുപക്ഷക്കാർ മാത്രമല്ല, ശക്തമായ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ ശക്തമായി വന്നിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല, ഫലസ്തീൻ അല്ലെങ്കിൽ CAA വിഷയം ഊന്നിയത് കൊണ്ടാണ് പരാജയപ്പെട്ടത് തുടങ്ങിയ വിലയിരുത്തലുകൾ പരമാബദ്ധമാണ്. കാരണം അതിൽ ഊന്നി എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ മറച്ചു പിടിച്ചു എന്നതുകൊണ്ടാണ്. അതിൽ എല്ലാവരും ഊന്നുന്നുണ്ട്. UDF-ഉം അതിൽ തന്നെയാണ് ഊന്നിയത്. മുസ്ലിം ലീഗിന് വളരെ, കോൺഗ്രസിനും കൃത്യമായ നിലപാടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ നിലപാടിൽ നിന്നതുകൊണ്ട് തോറ്റു എന്നല്ല, അത് പറയുന്നതിൽ ഒരു തട്ടിപ്പുണ്ട്. നേരെ മറിച്ച്, അത് ശബരിമല പോലെയുള്ള ഒരു കാര്യം, നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, ധാർഷ്ട്യം മുതലായവ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമായി എന്ന് കണ്ടെത്തിയത് CPI-യിലെ അംഗങ്ങളാണ്. CPI അങ്ങനെ പറയുമ്പോൾ അത് വിലയിരുത്തപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ്. ആ പരാജയത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തതാണ്. പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്നത് കൊണ്ട് ആ സീറ്റ് അങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ CPM കൊടുക്കും, എന്തെങ്കിലും CPM മാണി പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയും.
മാണി പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയാനുള്ളൊരു ആ തൻ്റെ ഇടം ഇപ്പോൾ CPM-ന് ഇല്ല. മുമ്പാണെങ്കിൽ അത് CPM പറയും RSP എങ്ങനെയാണ് പുറത്താക്കിയത്, ജനതാദൾ എങ്ങനെയാണ് പുറത്താക്കിയത്, മുമ്പ് ഇതേപോലെ തന്നെയല്ലേ രാജ്യസഭാ സീറ്റ് കൊടുക്കാന്നുകൊണ്ട് കൊടുത്തില്ല, അവർ പോയി. ഇവിടെ അതിനേക്കാളൊക്കെ ദുർബലമായ കേരള കോൺഗ്രസിന് ആ സീറ്റ് കൊടുക്കുക വഴി CPM പാർട്ടി എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കുന്നു. പക്ഷെ പിണറായി വിജയൻ അത് വ്യക്തി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഏതോ സാങ്കല്പികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ LDF-ന് വലിയ ജനപിന്തുണയുണ്ട് എന്ന് വാദിക്കുകയാണ്. ആ അർത്ഥത്തിൽ പിണറായി വിജയന്റെ കണക്കുകൾ ശുദ്ധ അബദ്ധ കണക്കുകളാണ്. ഇപ്പൊ UDF-ന്റെ വോട്ട് LDF-ന്റെ വോട്ടിനേക്കാൾ കുറഞ്ഞു കേരളത്തിൽ ശതമാനത്തിൽ. ഈ ശതമാനത്തിലൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. മൊത്തം വോട്ടിൽ വ്യത്യാസം വന്നാൽ ശതമാന വോട്ടിൽ വ്യത്യാസം വരും. കാരണം ഇപ്പോ കേരളത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലോ ലോക്സഭയിലോ ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തേക്കാൾ കുറവാണ് പൊതുവെ ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കിട്ടുന്ന വോട്ടിലും ചെറിയ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ അതല്ല കാണേണ്ടത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല CPM മണ്ഡലങ്ങളിലും എങ്ങനെയാണ് വലിയ തോതിൽ വോട്ട് ചോർന്ന് BJPക്ക് പോയത് എന്നാണ് പരിശോധിക്കേണ്ടത്. അത് എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട്. എറണാകുളത്ത് ഈ വലിയ ഭൂരിപക്ഷത്തിനുള്ള ഒരു കാരണം തീർച്ചയായും ഞാൻ കാണുന്നത് CPM-ന്റെ വോട്ട് പലപ്പോഴും BJPക്ക് പോവുകയോ നിഷ്ക്രിയമാവുകയോ ചെയ്തിട്ടുണ്ട്. ബൂത്ത് വെച്ച് പരിശോധിച്ചാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ CPM ഏതാണ്ട് 3-ാം സ്ഥാനത്താണ് എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ. കാരണം എന്താ, അവിടെ BJP 2-ാം സ്ഥാനത്തേക്ക് വന്നു, ഏതാണ്ട് ഒപ്പമെത്തി. ഇത് ചില സൂചനകളാണ്. ഈ സൂചനകൾ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകാതെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ ക്യാപ്സ്യൂളൊക്കെ രാജ്യത്ത് വിൽക്കാൻ ശ്രമിച്ചാൽ അത് കഴിച്ച് മരിക്കേണ്ടി വരും CPM. അതിനു പകരം വസ്തുനിഷ്ഠമായി തൻ്റെ ഭരണത്തിൽ എന്ത് തകരാറുണ്ടായിട്ടുണ്ട്, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കി മുമ്പോട്ട് പോകണം. കർണാടകത്തിലെയോ തെലങ്കാനയിലെയോ ഹിമാചൽ പ്രദേശിലെയോ കണക്ക് വെച്ച് കേരളത്തെ വിലയിരുത്താനേ പറ്റില്ല. ഇപ്പൊ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി മഹാഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നു, അവിടുത്തെ 7 സീറ്റും BJPക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ ചില ലക്ഷണങ്ങൾ, അത് മുമ്പുള്ള ലക്ഷണങ്ങളാണ്. ഇവിടെ എന്താണ് പരാജയമെന്ന് വിലയിരുത്താൻ, അങ്ങനെ വിലയിരുത്തണമെന്ന് ഘടകകക്ഷികൾ പോലും ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അത് തെറ്റാണ്. സ്വയം വിമർശനം ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശക്തിയായിട്ടാണ് ചരിത്രം കണ്ടിട്ടുള്ളത്.